ചേച്ചി ഷൂട്ടിങ്ങിന് പോയിരിക്കായിരുന്നോ? ഷൂട്ടിംഗ് അല്ലായിരുന്നു, ഡബിങ്, സിബിയുടെ കിരീടത്തിന്റെ. അത് ശരി. കലാരംഗത്തേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഒന്ന് പറയാമോ? അപ്പോൾ എൻ്റെ 5 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ പറയട്ടെ? പറയൂ. എല്ലാവരും ആകാംക്ഷയോടെ പ്രവേശിച്ചിരിക്കുകയാണ്. കൊച്ചിലെ മുതലേ എനിക്ക് സംഗീതത്തോട് വലിയ താല്പര്യമായിരുന്നു. 5 വയസ്സ് മുതൽ സംഗീതം പഠിക്കാനിരുന്നു. 11 വയസ്സായപ്പോൾ അരങ്ങേറ്റം നടന്നു. അപ്പോൾ എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായിരുന്നു LPR വർമ്മ. അപ്പോൾ അദ്ദേഹമാണ് ശരിക്ക് പറഞ്ഞാൽ ഞാൻ നാടകരംഗത്തേക്ക് കിടക്കാനുള്ളൊരു കാരണക്കാരൻ. ഞാൻ കവിയൂർ NSS ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശങ്കരാടി, തോപ്പിൽ വാസി, പരൂർ ദേവരാജൻ ഇവരെല്ലാവരും കൂടി എന്നെ വന്ന് കണ്ടു. പാടാൻ വേണ്ടി, അഭിനയിക്കാനല്ല കേട്ടോ. അങ്ങനെ പാടാൻ വേണ്ടിയിട്ടാണ് നാടകരംഗത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ അന്നും കുറച്ച് ഭൂഷണിച്ച ശരീരപ്രകൃതമൊക്കെ ആയിരുന്നുണ്ട്. എല്ലാവരും കൂടി പിടിച്ച് വേഷം കെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ അഭിനയം പറഞ്ഞാൽ തന്ന എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന തോപ്പിൽ ബാസിയാണ്. അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചായം തേക്കുന്നത്. അപ്പോൾ അത് മദ്രാസിൽ വന്നതിന് ശേഷമായിരുന്നു? അല്ല, നാടക സ്റ്റേജിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമാ വേദിയിലേക്ക് വരാൻ കാരണം? സിനിമാ വേദിയിൽ വരാനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണക്കാരൻ LPR വർമ്മ തന്നെയാണ്. LPR വർമ്മയാണ്. പിന്നെ മരിച്ചുപോയ നമ്മുടെ തങ്കപ്പ മാസ്റ്റർ അറിയാമോ? ഡാൻസ് മാസ്റ്റർ. അദ്ദേഹം ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാളിദാസ കലാകേന്ദ്രത്തിലെ ഡാൻസ് ഡയറക്ടറായിരുന്നു. അപ്പോൾ പുള്ളി സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കമ്പോസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പം മെരിലാൻഡിൽ ഏതോ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യ മുതലാളി ഏതോ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാളിനെ അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പോയി പറഞ്ഞിട്ടുണ്ട് മുതലാളിയുടെ അടുത്ത്, ഇങ്ങനെ ഒരു സോഫ്റ്റ് ഫേസൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, പക്ഷേ അഭിനയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും വിളിച്ചൊന്ന് അഭിനയിപ്പിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് സ്ക്രീനിൽ മുഖം കാണിക്കുന്നത് ശ്രീരാമ പട്ടാഭിഷേകം 62 63 എന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യമായിട്ട് അഭിനയിച്ചത് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് കരച്ചിലായിരുന്നു. അതേ ടൈപ്പ് ക്യാരക്ടറാണോ പിന്നെ ചെയ്തത്, അതോ ഹീറോയിനായിട്ട്? അല്ല, അഭിനയിക്കാനായിട്ട്. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഞാൻ 2 കോമഡി ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ കോമഡി അഭിനയിച്ചത് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഭർത്താവാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം അഭിനയിച്ച പടം. കുടുംബിനി ആദ്യം റിലീസായിരുന്നേ ഉള്ളൂ. ഭർത്താവിലേക്ക് വേണ്ടിയിട്ട് TS മുത്തയ്ക്ക് ഓപ്പോസിറ്റ്, അതായത് മുത്തയ്യയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മുടെ വാസ് സാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം യാദൃച്ഛമായിട്ട് കൃഷ്ണൻ നായർ സാറ് മെരിലാൻഡ് വെച്ച് എന്നെ കാണാനിടയായി. അങ്ങനെ ഗുരുഗോപിനാഥിനെ അറിയില്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമണി ചേച്ചി ഇങ്ങനെ വാസാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞൊരു സോഫ്റ്റ് ഫേസൊക്കെയാണ്, ആ കുട്ടിയെ അഭിനയിക്കുമെന്ന് അറിയില്ല, ഇങ്ങനെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കൃഷ്ണൻ നായർ സാറ് കത്തയക്കുകയാണ് ചെയ്തത്. ആ കത്ത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ വന്നത്. അങ്ങനെ ഭർത്താവിൽ അഭിനയിച്ചു, അതോടൊപ്പം തന്നെ കുടുംബിനി അഭിനയിച്ചു. ആദ്യം റിലീസായത് കുടുംബിനിയാണ്. എന്നിട്ട് കുടുംബിനി പടം അഭിനയിക്കുന്ന സമയത്തൊന്നും എനിക്ക് അങ്ങനെ സിനിമയിൽ അങ്ങനെ ഉറച്ച് നിൽക്കണമെന്നുള്ളൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പാട്ടുകാരിയാണോ എന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലെ മോഹമേ. അങ്ങനെ കുടുംബിനി ഓടി ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമായപ്പോൾ പിന്നെ അത് സിനിമയിൽ തന്നെ ഉറച്ച് നിന്നാൽ കൊള്ളാമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ അത് പിന്നെ അങ്ങനെ പോയി, പാട്ട് അങ്ങനെ പിന്നാക്കം പോവുകയും ചെയ്തു. പിന്നെ പാട്ട് പാടാൻ ശ്രമിച്ചെന്ന് വെച്ചാൽ അന്നൊക്കെ കുറച്ച് കൂടുതൽ ബിസി ആയിരുന്നു. സംഗീതം എന്നൊക്കെ പറയുന്നത് അതിന് നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണം, പിന്നെ തിരക്കിനിടയിലൊന്നും പറ്റില്ലല്ലോ, പ്രാക്ടീസ് ചെയ്യണം, അതൊക്കെ വേണ്ടേ സംഗീതം എന്ന് പറയുമ്പോൾ. നീ എന്താ ഈ രാത്രി തന്നെ ഇങ്ങ് പോന്നേ? എന്തൊക്കെയാ മണിന്റെ വിശേഷങ്ങൾ? ഒന്നും പറയണ്ടമ്മേ. മണിയെ എന്നെ കണ്ടോണ്ടേ എന്റെ അടുത്തേക്ക് ഓടി വന്നു, കയ്യിലെ ഒരു നിറഞ്ഞ ഗ്ലാസുമായിട്ട്. അവന് പണ്ട് തന്നെ എന്ത് ഇഷ്ടാണെന്നോ വേണ്ടപ്പെട്ടവരെയൊക്കെ. എന്നെ അവൻ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ച് നേരെ അവന്റെ കിടക്കയിൽ അങ്ങോട്ട് കൊണ്ടിരുത്തി. പിന്നെ അങ്ങോട്ട് സൽക്കാരം തന്നെ സൽക്കാരം. അവന്റെ ദേഹമൊക്കെ നന്നായിരിക്കണോ അതോ? ഒക്കെ നന്നായിരിക്കുന്നു. വലിയ വീടാ? വീടോ? വീടല്ലമ്മേ,
ഒരു വലിയ കോട്ട. നീ ഓടിപ്പോന്നതിന് മണ്ണിയൻ അലോഹ്യായിട്ടുണ്ടാവും. ഞാൻ പോന്നതിന് അവനിപ്പോ കരയാനുണ്ടാവും. നിനക്കിപ്പോ വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലേ? എന്നാലും കാല് മോഹം കഴിയുക, തഴപ്രശ്നം കിടക്കണ്ട. എന്റെ വയറ് ഇപ്പൊ വല്ലാതെ നിറഞ്ഞിരിക്കുന്നു അമ്മേ. എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല, സ്വപ്നം കണ്ടൂത്രേ. എന്താണ് മണിന്ന് എന്തോ അപകടം പറ്റിയെന്ന് വെപ്രാളും വിളിയും കേട്ടപ്പോ ഞാനൊന്ന് നിലവിളിച്ചു പോയി. മോനെ, നീ പോയി മണീനെ ഒന്ന് കൂട്ടിക്കൊണ്ടെന്നാലോ? ഈ രാത്രിയില് ഇപ്പൊ ബാല്യം പറഞ്ഞു വിടണോ? എന്നെ കണ്ടപ്പോ മണിയനെ കാണാൻ എനിക്ക് ഇനി വിധിയില്ലായിരിക്കുമോ എന്നാ ചോദിച്ചത്. നീ ഒന്ന് പോയിട്ട് വാ. കുടുംബിനി കഴിഞ്ഞിട്ട് ധാരാളം സിനിമയിൽ ചാൻസ് കിട്ടാൻ തുടങ്ങിയോ? ഓടയിൽ നിന്ന് റോസി, പിന്നെ ആദ്യമായിട്ട് നരയിട്ട് അഭിനയിച്ച പടം തൊമ്മന്റെ മക്കൾ. അത് നല്ലൊരു പടമാണ്. 60. അതേ പടം ഞാൻ വീണ്ടും അഭിനയിച്ചു 84. തൊമ്മന്റെ മക്കൾ. ഇതിന് പേരെന്തായിരുന്നു? സ്വന്തം എവിടെ ബന്ധം എവിടെ. സെയിം പിക്ചർ. അതില് സത്യൻ സാറും അതിൽ സത്യൻ മാഷും മധുവായിരുന്നു. ഇതിൽ മോഹൻലാലും ലാലു അലക്സും. ഡയറക്ടറും ഞാനും മാത്രം ഉണ്ടായിരുന്നു പഴയ ആൾക്കാരിൽ. ബാക്കി എല്ലാ ആൾക്കാരും പുതിയത്. അന്ന് കൊട്ടാരക്കരയായിരുന്നു, ഇന്ന് ജോസ് പ്രകാശായിരുന്നു. ഇപ്പോഴും നന്നായിട്ട് ഓടിയത്. അന്നത്തെ കാലത്ത് സാധാരണ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഇതായിട്ടാണ് സാധാരണ വീടുകളിൽ വെച്ചിരുന്നത്. അതിനെന്തെങ്കിലും വ്യത്യാസമായിട്ടുണ്ടായിട്ടുണ്ടോ? അതോ? എൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു അഭിനയിക്കുന്നതിനോടൊന്നും. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. എന്നാണ് മദ്രാസിൽ സെറ്റിൽ ഡൗൺ ചെയ്തത്? 65 മുതൽ. അത് ശരി. അപ്പം കേരളത്തിലായിരുന്നപ്പം ധാരാളം ചാൻസസ് ഉണ്ടായിരുന്നു. അത് ശരി. കേരളത്തിലായിരുന്നപ്പോൾ ഞാൻ ഈ മെർലാൻഡ് പടം മാത്രമേ അഭിനയിച്ചുള്ളൂ. പിന്നീട് ഞാൻ കുടുംബിനിയൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മദ്രാസിൽ അങ്ങനെ വന്നു. അതോടുകൂടി അങ്ങനെ സെറ്റിലായി. വേറെ ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് ശ്രമിച്ചിട്ടില്ല? ഇല്ല, വലിയ താല്പര്യമൊന്നുമില്ല. തമിഴ് പടങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊന്നും പോകാൻ താല്പര്യം തോന്നിയില്ല. പിന്നെ ഈ അടുത്തിടെ ഒരു കമലിൻ്റെ പടത്തിൽ ആ സത്യയിൽ ഒരു മലയാളി ക്യാരക്ടർ കമൽ വിളിച്ചതുകൊണ്ട് പോയി അഭിനയിച്ചു. മോനെ ഉണ്ണികൃഷ്ണ, നീ കരയുകയായിരുന്നു. ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മ മരിച്ചുപോയിന്ന് കരുതരുതെന്ന്. ഉണ്ണികൃഷ്ണ, നീ എന്റെ മോനാണെന്ന് വിചാരിക്കാം. നിനക്കെന്നെ സ്വന്തം അമ്മയായിട്ട് കരുതിക്കൂടെ? അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഈ അമ്മയുടെ മുഖം കാണുമ്പോഴാണ് എന്റെ അമ്മ മരിച്ചുപോയ ദുഃഖം ഞാൻ മറക്കുന്നത്. ഇവിടെ താമസിക്കുമ്പോ അമ്മയില്ലാത്ത ദുഃഖം നിനക്ക് ഒരിക്കലും അനുഭവിക്കേണ്ടി വരില്ല. നീ എന്നെ അന്യായിട്ട് കാണരുത്. എനിക്കത് സഹിക്കില്ല. ഇല്ലമ്മേ, മരിച്ചുപോയ എന്റെ അമ്മയെ ഓർത്ത് ഇനി ഞാൻ ഒരിക്കലും കരയില്ല. എന്റെ അമ്മ മരിച്ചിട്ടില്ലമ്മേ, തീർച്ചയായും മരിച്ചിട്ടില്ല. ഇതാ നിനക്ക് വേണ്ടി പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഈ പാൻറ്. ഇതിട്ടുകൊണ്ട് വേണം നീ അങ്ങോട്ട് വരാൻ. എനിക്ക് കാണണം. എപ്പോഴാണ് ആദ്യത്തെ അവാർഡ് കിട്ടിയത്? ആദ്യത്തെ അവാർഡെന്ന് പറഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത് മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ്റെ 65 കിട്ടി കുടുംബിനിക്ക്. പിന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് അവാർഡ് കേരള സ്റ്റേറ്റിൻ്റെ കിട്ടിയത് 71, 72, 73 ആണെന്ന് തോന്നുന്നു. അത് കിട്ടി. പിന്നെ 85 മദ്രാസ് ഫിലിം ഫാൻസ് അസോസിയേഷൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ്. ഈ സിനിമാ വേദിയിലേക്ക് വന്നതിൽ ആരോടെങ്കിലും പ്രത്യേക കടപ്പാടോ എന്തെങ്കിലും ഉണ്ടോ?
ശരിക്കും പറഞ്ഞാൽ തങ്കപ്പൻ മാസ്റ്ററോട് കടപ്പാട് വേണ്ടേ, അദ്ദേഹം ഒരു കാരണമാണ്. കാരണം താല്പര്യമില്ലാതിരുന്നിരുന്ന എന്നെ പറഞ്ഞ് താല്പര്യം ഉണ്ടാക്കി. അതിൻ്റെ പേരിൽ അന്ന് സത്യത്തിൽ അങ്ങാരും വളരെ നിർബന്ധിച്ച് എന്നെ അന്ന് മെരിലാൻഡിൽ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് അഭിനയിച്ചില്ലെങ്കിൽ ഈ സിനിമയിൽ ഞാൻ വരില്ല. വലിയ താല്പര്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ക്യാരക്ടറിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഹീറോയിൻ ആകാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അങ്ങനൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. പിന്നെ എനിക്ക് 10-22 വയസ്സുള്ള സമയത്തൊക്കെ എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവരുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇതായിരുന്നു, രസമായിരുന്നില്ലേ എന്നൊക്കെ. അതൊരു നാടകത്തിലും സിനിമയിലും ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ എന്താണ് ഒരു വ്യത്യാസം പറയാനുള്ളത്? വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന മറുപടി ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. കാരണം സിനിമയിലെ അഭിനയം വളരെ ഈസിയാണെന്നും നാടകാഭിനയം വളരെ എന്തോ ആണെന്നും ഒക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് നേരെ തിരിച്ചാ തോന്നിയിട്ടുള്ളത്. കാരണം ഞാനൊക്കെ പങ്കെടുത്തിട്ടുള്ള നാടകങ്ങളെന്ന് പറഞ്ഞാൽ 10-20 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 3 മാസം റീഹേഴ്സൽ ചെയ്ത് അങ്ങനെയൊക്കെയാണ് സ്റ്റേജിൽ കയറിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ആ നാടകം നടക്കുന്ന ആ സമയം നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, ചെയ്യേണ്ട ഒന്നും വേണ്ട. അതേസമയം സിനിമയിൽ അങ്ങനെയാണല്ലോ, നമ്മളൊരു ഷോട്ട് കരഞ്ഞിട്ട് ഒരു കരയുന്ന ഒരു ഷോട്ടും കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് മാറി നമ്മൾ എന്തെല്ലാം തമാശ പറയാറുണ്ട്, ചിരിക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞേച്ച് വന്നിട്ടാണ് പിന്നെ അഭിനയിക്കുന്നത്. എനിക്കതാണ് സ്ട്രെയിനായിട്ട് തോന്നിയിട്ടുള്ളത്. നാടക അഭിനയം ഈസിയാണെന്ന് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നാടകത്തിൽ ഡയലോഗിനല്ലേ പ്രാധാന്യം, അല്ലേ? അത് ആര് വിളിച്ചു പോയി ഡയലോഗ് പറയുന്നു അവരെ നല്ല ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കതാ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ചേച്ചി എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു? ഞാൻ അങ്ങനെ കണക്കൊന്നും എഴുതി വെച്ചിട്ടില്ല, എങ്കിലും 10-400 ആയി കാണും. എനിക്കൊന്നുമില്ല മോനെ, പതിവായി വരാനുള്ള ചുമയുടെ ശല്യ, വേറൊന്നുമില്ല. അതിനാണോ സിന്ധു അമ്മയുടെ ആത്മഹത്യമാക്കിയത്? അത് പിന്നെ നീ പോയി കഴിഞ്ഞപ്പോ എനിക്കങ്ങ് അസുഖം വല്ലാതെ കൂടി. ഞാൻ വീട്ടിൽ കിടന്ന് ഇടപെടാതെ ചുമക്കുന്നത് കേട്ട് അവൾ എത്ര നേരം സഹിക്കും. നിനക്കോ എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, അതുകൊണ്ടാണ് അവൾ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഇപ്പോ ചികിത്സ കൊണ്ട് എനിക്ക് വളരെ ഭേദമുണ്ട് മോനെ. എനിക്കില്ലാത്ത താല്പര്യം അമ്മയുടെ മേൽ അവൾക്കുണ്ടെന്ന് അമ്മ ഇപ്പോഴും അവൾ ന്യായീകരിക്കുകയാണ്. അമ്മയെ കൈകയും ഗാന്ധാരിയും ഒരുമിച്ച് അവതരിച്ച് അമ്മയുടെ മരുമകളായി വന്നിരിക്കുകയാണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ വീട്ടുകാര്യം എല്ലാരെയും അറിയിക്കണം. എനിക്ക് ആശുപത്രിയും വീടും ഒരുപോലെയാണ്. നിന്റെ കാര്യം അങ്ങനെയല്ല. നിന്നെ പ്രാണനാണ്. നീ അവളെ പിണക്കരുത്. എന്റെ മോഹൻ വേഗം വീട്ടിലേക്ക് ചെല്ലും. എന്റെ അമ്മയെ ഒരു അനാഥയെ പോലെ ഈ തറയിൽ കിടത്തിയിട്ട് ഞാൻ പോകണം. എനിക്ക് എന്റെ അമ്മയുടെ സമ്മതാണ് ആവശ്യം. എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മയാണ്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സിന്ധു പിടിവാശിക്കാരിയാണ്. മോൻ അവളോട് പിണങ്ങരുത്. അമ്മ ഉണങ്ങിപ്പോയ മരമാണ്, ഒന്നിനും കൊള്ളാത്ത മരം. എനിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം തകർക്കരുത് മോനെ. അമ്മേ, പടരാൻ ആഗ്രഹിക്കുന്ന വള്ളിക്ക് ഉണക്കമരമെന്നോ പച്ചമരമെന്നോ ഉള്ള വ്യത്യാസമില്ല. അമ്മ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഞാൻ ഭാര്യ എടുത്തുകൊണ്ട് പോകും. മോനെ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. അമ്മ ഒന്നും പറയണ്ട, ഞാനൊന്നും കേൾക്കാനും പോകുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് അവളോടാണ്. അവളെ ഞാൻ വരച്ച വരയിൽ നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് ജയദേവനല്ല. വരുമോ? നിങ്ങളെപ്പോലെ വ്യക്തിത്വമില്ലാത്തൊരു മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദം വീഴുന്നതാണ്. എന്തു പറഞ്ഞു? അയ്യോ, എന്റെ പൊന്നുമില്ലേ, അവന് വിവരമില്ല. അവൻ പറയുന്നതിനൊന്നും വലിയ അർത്ഥം കൽപ്പിക്കരുത്. അർത്ഥം അറിഞ്ഞുകൊണ്ടാണല്ലേ സംസാരിക്കുന്നത്. അമ്മ അകത്ത് പോകും. എടാ, നന്ദികേട് കാണിക്കുന്നതിന് ഒരു അതിര് വേണം. നീ ആരാണ് അവൻ സംസാരിക്കുന്നത് എനിക്കറിയാം. നല്ലവണ്ണം അറിയാം. പ്രതാപ പ്രസംഗിച്ച് കിടക്കുന്ന ഒരു അർത്ഥനോട്. ശരിയാണ്, നിങ്ങൾക്ക് എന്റെ സഹോദരി വിവാഹം കഴിച്ചു വന്നോടെ എന്റെ പ്രതാപം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നെ അല്പനാക്കിയ നിങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതിലാണ്? ഒരുപാട് പടങ്ങളുണ്ട്, ഇല്ലാന്ന് പറയാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, കുടുംബിനി മുതല് എല്ലാവർക്കും ചേച്ചിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. കാര്യം ഈ ഒരു ടൈപ്പ് ക്യാരക്ടറിൽ
എല്ലാവരും അവിടെയാണ് ഞാൻ കേരളത്തിലെ ജനത്തിനെ സമ്മതിക്കണം അല്ലേ. 10-24 വർഷമായിട്ട് ഞാൻ ഈ വിഗും വെച്ച് ഈ മുണ്ടുന്നേരും കൊടുത്ത് ഈ ഒരേ ടൈപ്പ് കഥാപാത്രത്തിന് അല്ലെ അവതരിപ്പിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അമ്മ എന്ന് പറയുമ്പോ പെട്ടെന്ന് ആലോചിക്കുന്നത് കവിയൂർപ്പന്റെ അമ്മ എന്നാണ് ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന്. ഉണ്ട് സൈഡ് റോൾസ് കുറെ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. എന്നാലും അതില് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറേ പടങ്ങളുണ്ട്, കുറേ നല്ല പടങ്ങളുണ്ട്. കുടുംബിനി മുതൽ ഇങ്ങോട്ട് പറയാം. ആദ്യകാലത്ത് ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ പിന്നെ ഇപ്പോഴത്തെ സിനിമയിൽ പിന്നെ പെണ്ണുങ്ങളെ വേണ്ടാണ്ടായിരിക്കുന്നു അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് അന്നുള്ള സിനിമയും ഇന്നുള്ള സിനിമയ്ക്കും എന്തെങ്കിലും വ്യത്യാസം അഭിനയിക്കുന്നതിലോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതിലൊന്നും ഒരു വ്യത്യാസവും അല്ല, അങ്ങനല്ല പറയുന്നത്. കാരണം പത്രക്കാരുടെയൊക്കെ ഭാഷയിൽ പറയുന്നത് പോലെ ഞാൻ പറയാണ്, ഞാൻ കമേഴ്ഷ്യൽ സിനിമയിലും ആർട്ട് സിനിമയിലും അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് അതിൽ അഭിനയത്തിലൊന്നും വലിയ വ്യത്യാസമുള്ളത് മാതിരിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പടങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല സിനിമയും ചീത്ത സിനിമയും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ജനത്തിന് ഇഷ്ടപ്പെട്ടാൽ അവൻ കാണും, ഇല്ലാത്തത് പുറന്തള്ളും. നിനക്ക് എന്ത് ബാധയാണ് കയറിയിരിക്കുന്നത്? ഞാൻ ഏടത്തിയോട് ഒരു കാര്യം പറയാൻ പോകുന്നു. എന്റെ വേണ്ട, പിന്നെ പറയാം. ശ്രാദ്ധം കഴിഞ്ഞു പോകുമ്പോൾ ഞെട്ടാൻ തയ്യാറായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഞെട്ടില്ല. എന്താ കാര്യം? ആയിട്ടില്ല, സമയമായിട്ടില്ല. എന്റെ തോർത്തുമുണ്ടവിടെ. സത്യം പറ, ജോലി കിട്ടിയെന്ന് കത്ത് വന്നിട്ട് തന്നെയാണോ നീ പോണത്? എന്തിനാ ഉണ്ണി വെറുതെ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഏടത്തി വെറുതെ അതും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിച്ചു. ഒക്കെ ശരിയാകുന്നു. കടുമാങ്ങ ഒരു പഴംതുണി കൊടുത്തു തട്ടി മറിഞ്ഞ് മുണ്ടും പഴം കയറി വരണ്ട. ഹോട്ടലുകാരുടെ കൈ കൊടുത്തു അവര് നേരത്തിന് ഇച്ചിരി എടുത്ത് വിളമ്പി തരില്ലേ? എന്നാ വേഗം നോക്ക്, അച്ഛൻ തുറന്ന് വെള്ളം കൂട്ടാൻ നോക്കും. അവിടെ ചെന്നാല് അച്ഛനും രാഘവനും ചന്ദ്രനും ഒക്കെ കത്തെഴുതാൻ മറക്കരുത്. അവിടെ അടുത്ത് ശിവന്റെ അമ്പലം ഉണ്ടെങ്കിൽ മാസപ്പൂർണ്ണാളിന് അവിടെ പോയി കുടിച്ചു വരണം. സിഎംഡി ഓഫീസിലേക്ക് ആരാ കൂടെ പോകുന്നത്? ആരും വരണ്ട. വന്നാലും വന്നില്ലെങ്കിൽ രഘവനായർക്ക് റുപ്യ കൊടുക്കണം. എന്നാ പിന്നെ അയാളെ തന്നെ വിളിക്കാം. സിനിമാ രംഗത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം പറയാമോ? മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സത്യമാഷിയുടെ മരണം എനിക്ക് വലിയൊരു ആഘാതം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ, ഇൻഡസ്ട്രിയിലുണ്ടായ ആദ്യത്തെ മരണമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ജയൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒന്നും പ്രതീക്ഷിക്കാത്തതായിരുന്നല്ലോ. അതുകൊണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ. ഏത് സിനിമയിലാണ് പാടിയത്? നമ്മൾ ഒരുമിച്ചല്ലേ പാടിയിട്ടുള്ള, പിന്നെ എന്തിനാണ് ആ ചോദ്യം? അഭിജാത്യാണെന്ന് തോന്നുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പുറമെ എന്തിനാണ് ഈ വൈരാഗ്യം? നമുക്ക് ഇവരും കൂടി വിളിച്ചുകൊണ്ട് പോകാം. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും എനിക്ക് നോക്കേണ്ടതുണ്ട്. സ്വത്ത് എനിക്കൊരു പ്രശ്നമല്ല. കുടുംബമഹത്വം ഇല്ലാത്തവനാണ് എന്റെ മകളുടെ ഭർത്താവ് എന്ന് പറയുന്നത് എനിക്ക് മാനക്കേടാണ്. ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി നീ കരയുകയും ശരി ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഞാൻ കൂടി വന്നു. ഈ വീടും പരിസരവും കണ്ടതോടെ ഇവിടെ വന്നതേ അബദ്ധമായെന്ന് തോന്നുന്നു. എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാണെന്നറിയാമോ? ഇന്ന് ഞാൻ നിറച്ചു. അമ്മ പോട്ടെ. കുറച്ച് രൂപയുണ്ട്, മോള് വെച്ചു വാങ്ങിക്കുമോ? ജാനകി, ജാനകി,
എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ. ശരി. വിവാഹം കഴിഞ്ഞു. ഓഹോ. സ്റ്റേറ്റ്സിലാണ് മകളും മരുമകനും. ശരി. ഇതാ അവരുടെ ഫോട്ടോ ആണത്, മകളുടെ ഫോട്ടോ ആണത്. കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. ഇനിയും എന്തെല്ലാം അഭിലാഷങ്ങളാണ് ചേച്ചിക്കുള്ളത് ഈ രംഗത്ത്? സിനിമയെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം അഭിനയിക്കുക, പിന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാവുന്ന ഒരാഗ്രഹമുണ്ട്. ശരി. എൻ്റെ പേര് വയ്ക്കാനല്ല, എനിക്ക് ചെയ്യാൻ. പിന്നെ ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം അഭിനയിക്കും. വേറെ പ്രത്യേകിച്ച് അങ്ങനെ അഭിലാഷങ്ങളൊന്നുമില്ല. വലിയ മോഹങ്ങൾ എപ്പോഴും വെച്ച് പുലർത്തിയിരുന്ന ഒരാളല്ല ഞാൻ. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് അതെ, ചേച്ചി നിറച്ച് പടത്തിൽ ഇനിയും അഭിനയിക്കണം. ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും എന്നാണ് ആഗ്രഹം. ശരി, ആയിക്കോട്ടെ. ഓക്കെ.